വായനയിലൂടെ മാത്രമേ നല്ല എഴുത്തുകാരെ സൃഷ്ടിക്കാനാകൂ എന്ന് എഴുത്തുകാരി സി സ്മിത എലപ്പുള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ ആരംഭിച്ച പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. എലപ്പുള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ DC ബുക്സിന്റെ സഹകരണത്തോടെ നടത്തുന്ന 3 ദിവസത്തെ പുസ്തകോത്സവം എഴുത്തുകാരിയും അവാർഡ് ജേതാവുമായ സി സ്മിത ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ ഞാനും വായിച്ച് എഴുത്തിലേക്ക് വന്ന ഒരാളാണ്. നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ നിങ്ങളുടെ വൈസ് പ്രിൻസിപ്പൽ എൻ്റെ ബാച്ചല്ല സ്കൂൾ മേറ്റ് ആണ്. അപ്പൊ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു പരിചയം കൂടി ഉണ്ടായി. അങ്ങനെ വായനയോട് അടങ്ങാത്തുള്ളൊരു സ്നേഹം, ഒരു പ്രണയം തന്നെ പറയാം. സമയം കിട്ടുന്ന സമയത്ത് വായിച്ച് അന്ന് നിങ്ങളെ പോലെ ഒരു ഭാഗ്യം പോലും ഞങ്ങളുടെ തലമുറക്കില്ല. കാരണം പുസ്തകം കിട്ടാൻ വഴിയില്ല. ഇന്നത്തെ പോലെ സൗകര്യങ്ങൾ അന്നില്ല. സ്കൂൾ ലൈബ്രറി എന്ന് പറയുന്നത് അന്നൊക്കെ ഒരു നാമം മാത്രമായിരുന്നു. ഞങ്ങൾ പഠിച്ചത് ഗുരുകുലത്താണ്. ഇന്നത്തെ ഗുരുകുലം അല്ല അന്ന് ഉണ്ടായിരുന്നത്. വലിയ സൗകര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കിട്ടിയ സമയം വായിച്ച് പിന്നീട് എപ്പോഴും ഈ വായിച്ച പുസ്തകത്തിന്റെ റിവ്യൂ എഴുതാൻ തുടങ്ങി. റിവ്യൂ എന്ന് പറഞ്ഞാൽ അറിയില്ല, നിങ്ങൾക്കുണ്ടല്ലോ എക്സാമിനൊക്കെ അല്ലേ? എന്താ പറയാ, ആസ്വാദനക്കുറിപ്പ് അല്ലേ? മലയാളത്തിൽ വരുന്നില്ലേ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക. അങ്ങനെ ഇത് എക്സാം അല്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് അതിൽ എഴുതി സത്യസന്ധമായിട്ടൊരു കുറിപ്പ് എഴുതുക. അങ്ങനെ നിങ്ങളൊരു നോട്ട്ബുക്ക് സൂക്ഷിച്ചത് എഴുതുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെ വായിച്ച് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥ നമ്മളിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? നമ്മൾ തന്നെ അതങ്ങ് എഴുതുക. അങ്ങനെയാണ് പതുക്കെ. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ എഴുത്തിലേക്ക് വന്നൊരു വ്യക്തിയാണ്. ഇന്ന് എഴുത്തിനു വേണ്ടി ധാരാളം വേദികളുണ്ടെന്നും വായനയിലൂടെ മാത്രമേ നല്ല എഴുത്തുകാരാവാൻ കഴിയുകയുള്ളൂവെന്നും സ്മിത പറഞ്ഞു. വായന നൽകുന്ന വിജ്ഞാനവും വിസ്മയവും അനുഭൂതിയും വിദ്യാർത്ഥികൾ നേടുകയും അനുഭവിക്കുകയും ചെയ്യണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഓയിസ്ക പരിസ്ഥിതി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും സ്കൂളിന്റെ അക്കാദമിക് ഡയറക്ടറുമായ ഡോക്ടർ N. ശുദ്ധോദനൻ അഭിപ്രായപ്പെട്ടു. വായന സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പൽ S. കൃഷ്ണപ്രസാദ്, വൈസ് പ്രിൻസിപ്പൽ S. ലസിത, അധ്യാപകരായ P. പ്രിയ, V. സിന്ധു, K. V. ദിവ്യ, ഹരിത, DC ബുക്സ് ഭാരവാഹി അജിത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് എഴുത്തുകാരിയുമായുള്ള വിദ്യാർത്ഥികളുടെ സാഹിത്യ സംവാദം നടന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ക്ലാസിക് കൃതികൾ മുതൽ ആനുകാലികമായിട്ടുള്ള കൃതികൾ വരെ പ്രദർശനത്തിനുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എല്ലാ കൃതികളും, സുധാമൂർത്തിയുടെ ഗോപി ഡയറീസ് മുതലുള്ള പുസ്തകങ്ങളും ലഭ്യമാണ്. UTV ന്യൂസ്, പാലക്കാട്.